ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും വിത്ത് ഇൻ നമ്പേഴ്സിലെ സംഖ്യകൾക്കുള്ളിൽ എന്നുള്ള ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പക്ഷെ അതിൽ ഒരുപാട് ട്രിക്കുകൾ കൂടെ നിങ്ങളെ ചാപ്റ്ററിൽ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ അത് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എവിടെയെങ്കിലും എന്നെ മക്കൾക്ക് മനസ്സിലാവാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ നമുക്ക് എന്താക്കാം, ക്ലിയർ ആക്കാം. ഓക്കെ, ഇപ്പൊ വിത്തിൻ നമ്പേഴ്സിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച ഒരു കാര്യമാണ് പൊതുഘടകങ്ങൾ, അല്ലെ? അപ്പൊ ഈ ഒരു പൊതുഘടകത്തിന്റെ അകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ രണ്ട് നമ്പേഴ്സുകൾ 90ഉം 18ഉം എടുത്തു നിങ്ങൾ. 90ഉം അതേപോലെ തന്നെ 18ഉം. ഓക്കെ, റെഡി? 90യും അതേപോലെ 80യും. അപ്പൊ 90നെ എനിക്ക് 18 കൊണ്ട് ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ പഠിച്ചൊരു ട്രിക്ക് ഉണ്ടായിരുന്നു, അല്ലെ? മുന്നേ എന്തായിരുന്നു ട്രിക്ക് പഠിച്ചേ? എളുപ്പത്തില് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? യെസ്, 18നെ ഒന്ന് ചെറുതാക്കി, സ്പ്ലിറ്റ് ആക്കി, അല്ലെ? 18നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 × 2 എന്ന് എഴുതാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എളുപ്പത്തിൽ ഹരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇവിടെയുള്ള 90നെ, അല്ലെ, ഈ കാണുന്ന 90നെ 9 കൊണ്ട് ഹരിച്ചു. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിന് വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ നമ്മളെ ആൻസർ ആവും. അപ്പൊ വേഗത്തിൽ ഹരിക്കാൻ ഞാൻ എന്ത് ചെയ്തു? 90നെ ആദ്യം 9 കൊണ്ട് ഹരിച്ചു. അപ്പൊ 90 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? യെസ്, 10 എന്ന് കിട്ടും, അല്ലെ? 10. ഈ 10നെ പിന്നെയും എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ 10നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് കിട്ടി? 5 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന കൂട്ടത്തിൽ പഠിച്ച ഒരു കാര്യമാണ്. നമ്പറിനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് ആ 2 നമ്പർ കൊണ്ടും ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ള കാര്യം. ഇതല്ലാതെ ഒരു ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്റെ മക്കളെ ശ്രദ്ധിച്ചോ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് തന്നെയാണ്. നമ്മളെ നമ്പേഴ്സ് ആരാ? 90ഉം 18ഉം, അല്ലെ? ഇതിന് രണ്ടിനും ഘടകങ്ങളുണ്ട്. നമ്മൾ ഘടകങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഫാക്ടേഴ്സ്. അപ്പൊ ഏതൊക്കെയാ ഫാക്ടേഴ്സ്? നമുക്ക് 18നെ എങ്ങനെ എഴുതാം? യെസ്, 9 × 2 എന്ന് എഴുതാം. അതുപോലെ 90നെ എനിക്ക് എങ്ങനെ എഴുതാം? 90നെ എനിക്ക് ഏത് രീതിയിൽ എഴുതാം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. യെസ്, 10 × 9 എന്ന് എഴുതാം. എനിക്ക് വേണമെങ്കിൽ 10നെ ഒന്നുകൂടെ ചെറുതാക്കാം, അല്ലെ? 10നെ ചെറുതാക്കിയാൽ എങ്ങനെ എഴുതാം? 5 × 2 എന്ന് എഴുതിക്കൂടെ? 5 × 2. കുഴപ്പമില്ലല്ലോ. അപ്പൊ 5 × 2 × 9 എന്ന് എഴുതിയാൽ എന്താ? 90. 9 × 2 ചെയ്താൽ ആരെ കിട്ടും? 18. ഈ രണ്ട് ഘടകങ്ങളെയും കോമൺ ആയിട്ടുള്ള, ഒരുപോലെ കാണുന്ന, അല്ലെ, ഒരേപോലെ ട്വിൻസിനെ പോലെയുള്ള ഏതെങ്കിലും നമ്പർ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. രണ്ടിലും ഇത് ഇവിടെയും 2 ഉണ്ട്, ഇപ്പുറത്തും 2 ഉണ്ട്, ഇല്ലേ? അതേപോലെ ഇവിടെയും 9 ഉണ്ട്, ഇവിടെയും 9 ഉണ്ട്. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ രണ്ടിലെയും കോമൺ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പൊതു ഘടകമായിട്ടുള്ളതാണ് ഈ 2ഉം 9ഉം, അല്ലെ? അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെ കിട്ടും, ഇല്ലടാ? ഇവരെ മാറ്റി നിർത്തി എനിക്ക് കിട്ടിയ നമ്പറാണ് ആര്? 5. അതായിരിക്കും ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിൾ ആണ്. ആ പൊതുഘടകം ആരാണോ അവരെന്ത് ചെയ്യാ? മാറ്റി നിർത്തി. എന്നിട്ട് ബാക്കിയുള്ള ആരാണോ അതായിരിക്കും 90നെ 18 കൊണ്ട് ഹരിച്ചാൽ, ഡിവൈഡ് ചെയ്താലുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബോർഡിൽ കാണുന്ന ഈ ഒരു ചോദ്യോടെ സിമ്പിൾ ആയിട്ട് ആ ട്രിക്ക് വെച്ച് ചെയ്ത് വെക്കാം. 168നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 168നെ 24 കൊണ്ട് ഹരിക്കണം. ഞാൻ എന്ത് ചെയ്തു? ഇതിന്റെ ഘടകങ്ങൾ എഴുതിട്ടോ. 24ന്റെ ഘടകങ്ങൾ ആരൊക്കെയാ? 6 4, അല്ലെ? 6 × 4 ആരാണ്? 24 ആണ്. അതുപോലെ എനിക്ക് 168നെ ഘടകങ്ങളാക്കി എഴുതാൻ പറ്റുമോ? 7 × 24. 7 × 24 എന്ന് പറഞ്ഞാല് 168. എനിക്ക് 24നെ ഇനിയും മാറ്റി എഴുതിക്കൂടെ? 24 എനിക്ക് എങ്ങനെ എഴുതാം? 6 × 4 എന്ന് എഴുതാം. അപ്പൊ നോക്കണേ, 7 × 6 × 4 എന്ന് പറഞ്ഞാൽ ആരാ? 168. 6 × 4 എന്ന് പറഞ്ഞാൽ 24. ഇതിലെ രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും, പൊതു ഘടകമായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ടല്ലേ? ആരൊക്കെയാ? 6 6, അവിടെ ഇവിടെ ഉണ്ട്. 4 4, രണ്ട് ഭാഗത്തും ഉണ്ട്. അപ്പൊ ഇതിന് ആൻസർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ കോമൺ ഫാക്ടേഴ്സിനെ, പൊതുഘടകത്തിനെ ഒഴിവാക്കിയിട്ട് ബാക്കി ഇവിടെ ആരാണോ ഉള്ളത് അതായിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ 168നെ 24 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആരെ ഉത്തരം കിട്ടുക? 7 എന്ന ആൻസർ കിട്ടും. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. എക്സാമിന് ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും എന്റെ കുട്ടികൾക്ക്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി മെയിൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട അത്യാവശ്യം തന്നെയാണ്. അപ്പൊ എന്റെ മക്കളെല്ലാവരും ഈ ഒരു ട്രിക്ക് നോക്കി വെക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇത് മാത്രമല്ല കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ എന്റെ മക്കൾക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.